ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇതിത്തിരി കൂടിപ്പോയോ? എന്തുകൂടാൻ, ഇതല്ല, ഇതിൻ്റെ അപ്പുറം വേണം അവർക്ക് കാണിച്ചു കൊടുക്കാൻ. പറഞ്ഞു വരുന്നത് ആലപ്പുഴയിലെ അമ്പലപ്പുഴ പരിസരത്തുള്ള വളഞ്ഞ വഴിയിൽ നടന്ന രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കുന്ന BJPയുടെ പരിപാടിയാണ് ജനജാഗ്രതാ സദസ്സ്. ആ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും BJPയെ വിശ്വസിച്ച് അവരുടെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമെന്നാണ് അവരുടെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത്. അതേപടി അത് മുന്നോട്ട് കൊണ്ടുവരുന്ന BJPക്കാരോട് പുച്ഛമല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാലും ഇത്തരം ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ കേരളത്തിലെ BJPക്കാർ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അമ്പലപ്പുഴക്കടുത്തുള്ള വളഞ്ഞ വഴിയിൽ ശനിയാഴ്ച വൈകുന്നേരം BJP ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കുന്നു. ഒരു പൊതുപരിപാടിയാണ്. ആ പൊതുപരിപാടിയിൽ അവർ ലക്ഷ്യം വെച്ചത്, നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും മറ്റുള്ളവരുമൊക്കെ ശ്രദ്ധിക്കും. അത് മാത്രമല്ല, എന്താണ് ഞങ്ങൾ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പലരും ഞങ്ങളുടെ ഇരിപ്പിടത്തിൽ വന്ന് ഇരിക്കുമെന്നുള്ളതാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT രമേശാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വളഞ്ഞ വഴിയിൽ ശനിയാഴ്ച വൈകുന്നേരം BJPയുടെ നേതാക്കളും പ്രവർത്തകരും എത്തിയപ്പോൾ കണ്ടത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു വ്യാപാര സ്ഥാപനവും തുറന്നിട്ടില്ല. പറഞ്ഞു വന്നത്, ഒരു കട പോലും അവിടെ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യന്മാരും ആ പരിപാടിയുടെ 7 അയലത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ഹൈന്ദവ മതവിശ്വാസികളാവട്ടെ വീട്ടിൽ നിന്ന് പുറത്തുമിറങ്ങിയിട്ടില്ല. ജനജാഗ്രതാ സദസ്സിൽ പിന്നെ ആരാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT രമേശിന്റെ വരവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന് വന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ അവിടെ പ്രസംഗം നടത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താലിനിടയിൽ പുട്ടുകച്ചവടം നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഹർത്താലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെയുള്ള അന്തരീക്ഷം? ആ അന്തരീക്ഷമാണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ നഗരപ്രദേശങ്ങളിലുമൊക്കെ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വളഞ്ഞ വഴിയിലുള്ള ആളുകൾ വളഞ്ഞ വഴിയിൽ തന്നെ BJPക്ക് പണി കൊടുത്ത രീതിയിൽ അതേ വളഞ്ഞ വഴി നമ്മളുമൊന്ന് പരീക്ഷിച്ചു നോക്കണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.